പരാതി വരട്ടെ അപ്പോൾ അന്വേഷിക്കാം എന്നായിരുന്നു സർക്കാർ തുടക്കം മുതലേ എടുത്തിരുന്ന നിലപാട്. ഇപ്പോഴിതാ പരാതി പ്രളയം വന്ന സ്ഥിതിക്ക് ഇനി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന SITക്ക് ഒരിടത്ത് ഇരിക്കാനേ സമയമുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഈ മെയിലിലേക്കും ഫോൺ നമ്പറിലേക്കുമായി വന്നേക്കുന്ന പരാതികളുടെ എണ്ണം നിരവധിയാണ്. പക്ഷേ ആ പരാതികളുടെ ഒരു മെയിലിൽ വന്ന പരാതിയാണ്. സ്വാഭാവികമായും അതിൻ്റെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ട്. ആധികാരികത പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ ആ സംഭവം നടന്നിരിക്കുന്നത്, അതിക്രമം നടന്നിരിക്കുന്നത്, ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറും. അതത് പോലീസ് സ്റ്റേഷൻ പരിധികളിലായിരിക്കും, അതത് പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും FIR രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ FIRന്റെ പകർപ്പടക്കം കൈമാറുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച പരിശോധനകളിലേക്കും മൊഴിയെടുക്കലിലേക്കും മറ്റും കടക്കുക. നിലവിൽ എന്തായാലും 2 കേസുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി കൂടുതൽ കേസുകൾ ഈ മെയിലിന്റെ ആധികാരികത പരിശോധിച്ച ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ചിരുന്ന, മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്ന നിലപാട് എന്ന് പറയുന്നത് പരാതി ലഭിക്കട്ടെ അപ്പോൾ കേസെടുക്കാം, പരാതി ഇല്ലാതെ കേസില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. അതായത് ആ നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുന്നില്ല. നിലവിൽ ലഭിച്ച പരാതികളിലെല്ലാം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലഭിച്ചിരിക്കുന്ന മൊഴികളുണ്ട്, നിരവധി ആരോപണങ്ങളുണ്ട്. അതിലൊന്നും തൊടാതെയുള്ള ഒരു അന്വേഷണം, അങ്ങനെയാണ് ഇപ്പോഴത്തെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പരാതികൾ പരിശോധിച്ച് അതിലെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. പരാതി നൽകാൻ മടിയുള്ള ആളുകളാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ എത്തി രഹസ്യമായി മൊഴി നൽകിയത്. തങ്ങളുടെ മൊഴികൾ രഹസ്യമായിരിക്കണമെന്ന സത്യവാങ്മൂലം അടക്കം ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്നൊരു ന്യായത്തിൽ തൂങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും സർക്കാർ. പക്ഷേ 10-ാം തീയതി ഈ കേസ് കോടതിയിലേക്ക് എത്തുന്നു. സീല് വെച്ച കവറിൽ തിരുത്താത്ത അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ എന്ത് നിലപാടാകും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് മിക്കവാറും ഈ പറയുന്ന ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ നടപടിക്രമങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നതിനൊരു മറുപടിയാകും നൽകുന്നത്. പക്ഷേ കോടതി എന്ത് നിലപാട് അക്കാര്യങ്ങളിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മോദി. ശരി അമൽ.